ഹലോ ഗൈസ്, ഇന്ന് ഞാനൊരു ഒരുങ്ങുന്ന വീഡിയോ ആയിട്ടാണ് വരുന്നത് കേട്ടോ. ഞാൻ ആദ്യം തന്നെ നമ്മുടെ പ്ലമ്മിൻ്റെ ഒരു ടോണറാണ് കേട്ടോ, നിയാസിനമൈഡ് 3% ഒരു ടോണറാണ്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. ഇതെനിക്ക് ഉപയോഗിച്ചപ്പോൾ എനിക്ക് നല്ല മാറ്റം തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരു സെൻഡെല്ലാടെ ഒരു ബ്രൈറ്റനിങ് ക്യാപ്സ്യൂൾ ആംബ്യൂൾ എന്നും പറഞ്ഞൊരു സിറമാണ്. ഇത് ഞാൻ റീസെൻ്റായിട്ട് വാങ്ങിച്ചതാണ്. ഇതും എനിക്ക് നല്ലതായിട്ട് തോന്നി. കാരണം സാധാരണ ഞാൻ സിറം ഇടാറുള്ളത് ഇവിടുത്തെ ഒരു ബലയുടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ വിറ്റാമിൻ സി സിറം ഓക്കെ, ബട്ട് മറ്റേ നിയാസിനമൈഡ് ഹൈലറോണിക് ആസിഡ് അതെനിക്ക് അങ്ങോട്ട് എൻ്റെ സ്കിന്നിന് സ്യൂട്ട് ആവുന്നില്ലായിരുന്നു. ഒരു റിയാക്ഷൻ കണക്കൊക്കെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ തോന്നും. അതുകൊണ്ട് ഞാനിപ്പോൾ റീസെൻ്റ്ലി മേടിച്ച ഒരിതാണ് കേട്ടോ, മെഡാഗാസ്കാർ സെൻറ്റല്ല. എനിക്കിത് പ്രൊണൗൺസിയേഷൻ കറക്റ്റ് അറിയത്തില്ല കേട്ടോ. അപ്പം അത് നല്ല രീതിയിൽ തേച്ച് ഞാൻ ഇതാക്കി. നമ്മൾ ആദ്യം ടോണർ ഇടുമ്പോൾ കുറച്ചൊരു വെയിറ്റ് വേണം കേട്ടോ, അത് ഒന്ന് ഉണങ്ങാൻ. പിന്നെ എൻ്റെ കയ്യിൽ മറ്റു ചെറിയ ഫാനൊക്കെ ഉണ്ടായിരുന്നു, അത് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി. ഇപ്പോൾ 2 ഉണ്ടായിരുന്നതും കൊണ്ടുപോയി വീട്ടിൽ കൊടുത്തു. പിന്നെ ഞാൻ ദേഹം കഴുകിയിട്ട് വന്നതാണ്. ഞാൻ കുളിച്ചില്ല, ദേഹം മാത്രം ഒന്ന് വാഷ് ചെയ്തിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ബോഡി ലോഷനും കൂടെ ഇടാൻ. കാരണം എനിക്ക് ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ് ബോഡി ലോഷൻ ഇടുക എന്ന് പറഞ്ഞാൽ. അതൊരു ഗാർണിയറിൻ്റെ ഒരു ബോഡി ലോഷനാണ്, കറക്റ്റ് പറയാൻ വേണ്ടിയിട്ട് സംഭവം എൻ്റെ കയ്യിലില്ല ഗൈസ്. അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെല്ല് നോൺ സ്റ്റിക്കി ഫ്രഷ് ഫീല്. ഇത് ഓൾമോസ്റ്റ് എന്നല്ല, മൊത്തത്തിൽ തീർന്നു ഗൈസ്. അതിൽ കുറച്ച് അടിയിൽ കിടക്കുന്നതേ ഉള്ളൂ. കാരണം ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത് നല്ലതാണ്, എൻ്റെ സ്കിന്നിന് നല്ല സ്യൂട്ട് ആവുന്നുണ്ട്. എൻ്റെത് ഓയിലി സ്കിന്നാണ് കേട്ടോ. അപ്പം ഞാൻ നോക്കിയിട്ട് എനിക്കിവിടെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇതും എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ന്യൂട്രിജിനയുടെ ഒരു ജെല്ല് ഇതേപോലെ ബ്ലൂ ഇതിൽ വരുന്നത്, പക്ഷേ ഗ്ലാസ് ബോട്ടിലാണ്, അതും എനിക്ക് സ്യൂട്ടാകുന്നുണ്ടായിരുന്നു. പിന്നെ ജർമ്മനിയിൽ DM കിട്ടുന്ന ബലയുടെ ഒരു ടാഗസ് ക്രീം എന്ന് പറഞ്ഞാൽ അതും എനിക്ക് ഓക്കെ, കുഴപ്പമൊന്നുമില്ല, എന്നാലും അത് നല്ലതായിരുന്നു. പിന്നെ ഇത് ഒരു ഹൈഡ്രാ സൺ എന്ന് പറഞ്ഞൊരു സൺസ്ക്രീൻ ആണ് കേട്ടോ, സൺസ്ക്രീൻ. അപ്പോൾ ഇത് എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത് വെച്ചാൽ ഇതെനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. കാരണം എൻ്റെ ഹസ്ബൻഡ്, ഞാൻ പറഞ്ഞിട്ടില്ലേ മെഡിക്കൽ റെപ്പാണെന്ന്, പുള്ളിക്കാരൻ്റെ ഫ്രണ്ട് വഴിയിട്ട് എനിക്ക് കിട്ടിയതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമ്മൾ ഇടുമ്പോൾ ഇതേപോലെ ഭയങ്കര പൊട്ടിയടിച്ചണക്കൊക്കെ തോന്നും, പക്ഷേ ഇത് നല്ലതാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതെൻ്റെ 2ാമത്തെ ട്യൂബായിരുന്നു. അപ്പോൾ ഇത് നല്ല രീതിയിൽ വൈറ്റ് കാസ്റ്റ് ഒന്നും കാണത്തില്ല, ഇപ്പം തന്നെ അത് അബ്സോർവ് ആയിക്കോളും കേട്ടോ. അതെ, അബ്സോർവ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞാനാണെങ്കിൽ വീഡിയോ എടുത്തപ്പോഴത്തേക്ക് എനിക്കാണെങ്കിൽ വോയിസ് ഓവർ ചെയ്യണോ എന്നുള്ള രീതിയിലാണ് എടുത്തത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ അപ്പം തന്നെ ഇന്ന് സംസാരിച്ചെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ